ഹരേ കൃഷ്ണ. 2026 ജൂലൈ 17 വെള്ളിയാഴ്ചയാണ് കർക്കിടകം 1. പുണ്യത്തോടെയും വിശുദ്ധിയോടെയും കൂടെ കണ്ടിരുന്ന ഒരു മാസമാണ് കർക്കിടകം. വ്രതാനുഷ്ഠാനങ്ങൾക്കും ചിട്ടകൾക്കും വളരെ പ്രാധാന്യം ഉള്ള മാസമാണിത്. സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണിത്. ദക്ഷിണായന കാലം തുടങ്ങുന്ന സമയം. ദേവന്മാരുടെ രാത്രിയാണ് ദക്ഷിണായന കാലം എന്ന് പറയുന്നത്. ദക്ഷിണായന കാലം ദേവന്മാരുടെ രാത്രി ആയതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തെ ദേവസന്ധ്യ എന്ന് പറയും. ദേവന്മാരുടെ പകൽ എന്ന് പറയുന്നത് ഉത്തരായന കാലമാണ്. പ്രകൃതിയിൽ വളരെയേറെ മാറ്റങ്ങൾ വരുന്ന കാലമാണിത്. അതുപോലെ മഴക്കാല രോഗങ്ങളൊക്കെ കൂടുതൽ വരുന്ന സമയം. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് ഈ മാസം ഔഷധ സേവയ്ക്കായി തിരഞ്ഞെടുത്തത്. ശരീര ബലക്ഷയം വരുന്ന മാസമാണ് കർക്കിടകം. ദഹന പ്രക്രിയയിലൊക്കെ വളരെ വ്യത്യാസം വരുന്ന സമയമാണിത്. അതുകൊണ്ട് എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുകയാണ് നല്ലത്. പിതൃക്കൾക്കും പ്രാധാന്യമുള്ള മാസമാണിത്. കർക്കിടക മാസത്തിലെ ബലികർമ്മങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ്. തലേ ദിവസം വ്രതമെടുത്ത് അമാവാസി ദിവസം പിതൃക്കൾക്ക് ബലിയിടുന്നത് വളരെ നല്ലതാണ്. പണ്ട് കാലത്ത് കല്യാണം, ചോറൂണ്, ഗൃഹപ്രവേശം അതുപോലുള്ള ശുഭകാര്യങ്ങൾ ഒന്നും തന്നെ കർക്കിടകത്തിൽ നടത്തിയിരുന്നില്ല. പണ്ട് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ കർക്കിടക മാസം പെരുമഴയായതുകൊണ്ട് കൃഷിപ്പണി ഒന്നും നടക്കാറില്ല. കഷ്ടപ്പാടുകളും അസുഖങ്ങളും ഒക്കെ കൂടുതലുള്ള മാസമായതുകൊണ്ട് തന്നെ ആ മാസം രാമായണ മാസമായി ആചരിച്ചു തുടങ്ങി. എല്ലാ കഷ്ടപ്പാടിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടി കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് രാമായണം വായിക്കുന്ന ഒരു ശീലമുണ്ടാക്കി. രാമായണ പാരായണത്തിലൂടെ എല്ലാ അലട്ടലും ചിന്തകളും മാറിക്കിട്ടും. രാമായണത്തിലൂടെ ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ കാണിച്ചു തരുന്നത് ജീവിത ദർശനങ്ങളാണ്. കാലങ്ങൾക്കും യുഗങ്ങൾക്കും അതീതമായി ത്യാഗോജ്വലമായി നിലനിൽക്കുന്ന ഒന്നാണ് രാമായണം. തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള വെളിച്ചമാവട്ടെ ഈ രാമായണ മാസം. കുടുംബത്തിന് നന്മയും ഐശ്വര്യവും ഉണ്ടാവാൻ രാമായണം പാരായണം ചെയ്യുന്ന സമയത്ത് കുടുംബാംഗങ്ങൾ ഒന്നിച്ചു തന്നെ ഇരിക്കുക. വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു പ്രത്യേക ഊർജമുണ്ടാവും. കർക്കിടക മാസത്തിലെ രാമായണം വായിക്കാവൂ എന്നൊന്നുമില്ല. ദിവസവും രാമായണം വായിക്കാവുന്നതാണ്. നിത്യപാരായണം, ആചരണ പാരായണം, പഠന പാരായണം, ദിനപാരായണം എന്നിങ്ങനെ പലതരത്തിൽ രാമായണ പാരായണം ഉണ്ട്. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പാരായണം ചെയ്യുന്നത് നിത്യപാരായണം. പ്രത്യേക മാസത്തിൽ മാത്രം വായിക്കുന്നത് ആചരണ പാരായണം. പഠിക്കാനോ പഠിപ്പിക്കാനോ പാരായണം ചെയ്യുന്നത് പഠന പാരായണം. ശ്രീരാമനവമി പോലുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രം പാരായണം ചെയ്യുന്നത് ദിനപാരായണമാണ്. നിത്യപാരായണത്തിന് സുന്ദരകാന്ഡം ഉത്തമമാണെന്നാണ് പറയുന്നത്. കർക്കിടക മാസം പാരായണം ചെയ്യുമ്പോൾ കർക്കിടകം 1 തുടങ്ങി അവസാന ദിവസം തീർക്കുകയും വേണമെന്നാണ് പറയുക. സ്ത്രീകളാണ് വീട്ടിൽ രാമായണം വായിക്കുന്നതെങ്കിൽ അവസാന ദിവസം സ്ത്രീകൾക്ക് പറ്റാതെ വരികയോ പുലവരികയോ ചെയ്താൽ വീട്ടിൽ വേറെ ആരുമില്ലെങ്കിൽ അത് പിന്നീട് തീർത്താലും മതി എന്നാണ് പറയാറുള്ളത്. പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് കർക്കിടകം 15 ആവുമ്പോഴേക്കും ബാലിവധം, 25 ആവുമ്പോഴേക്കും കുംഭകർണവധം, 28 ആവുമ്പോഴേക്കും രാവണവധം, 30 ആവുമ്പോഴേക്കും പട്ടാഭിഷേകം എന്നിങ്ങനെ പാരായണം ചെയ്യണമെന്നാണ്. ദിവസവും 25-30 മിനിറ്റ് വായിച്ചാൽ തന്നെ ഈ രീതിയിൽ എളുപ്പത്തിൽ വായിച്ചെടുക്കാം. വാത്മീകി മഹർഷി രചിച്ച 24,000 ശ്ലോകങ്ങൾ അടങ്ങിയ വാത്മീകി രാമായണം എന്ന സംസ്കൃത ഇതിഹാസം കേരളീയർക്കായി അധ്യാത്മരാമായണം എന്ന പേരിൽ തുഞ്ചത്തെഴുത്തച്ഛൻ തർജ്ജമ ചെയ്തു. രാമായണ പാരായണം തുടങ്ങും മുൻപ് ഗുരുവിനെയും സരസ്വതിയെയും ഗണപതിയെയും ഒക്കെ മനസ്സിൽ നന്നായി വിചാരിച്ചു വേണം തുടങ്ങാൻ. പാരായണം തുടങ്ങും മുൻപ് ദിവസവും ബാലകാണ്ഡത്തിലെ ശ്രീരാമ രാമ എന്ന് തുടങ്ങുന്ന രാമസ്തുതി ചൊല്ലണം. നിലവിളക്ക് കൊളുത്തിവെച്ച് പട്ടാഭിഷേക പടം ഉണ്ടെങ്കിൽ വിളക്കിനു മുന്നിൽ അത് വെച്ച് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ടുവേണം പാരായണം ചെയ്യാൻ. വെറും നിലത്തിരുന്ന് വായിക്കരുത്. പായയിലോ പീഠത്തിലോ കട്ടിയുള്ള തുണി മടക്കി വെച്ച് അതിലോ ഇരുന്ന് വേണം വായിക്കാൻ. അല്ലാതെ ദിവസവും നാമം ചൊല്ലുമ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമം. വെറും നിലത്തിരുന്ന് നാമം ചൊല്ലാനും പാടില്ല. നാമം ചൊല്ലുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് ഊർജം ഉണ്ടാവും. വെറും തറയിലിരിക്കുമ്പോൾ ഈ ഊർജം ഭൂമി ആഗിരണം ചെയ്യും. രാമായണം, ഭാഗവതം ഒന്നും തന്നെ വെറും തറയിലും വെക്കരുത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കീറിപ്പറഞ്ഞ പുസ്തകം പാരായണത്തിന് എടുക്കരുതെന്നും പറയും. കഴിയുന്നത്ര അക്ഷരശുദ്ധിയോടെ പാരായണം ചെയ്യുക.
വലത് പേജിൽ തുടങ്ങി വലത് പേജിൽ അവസാനിപ്പിക്കുന്ന രീതിയിലാവണം പാരായണം. പുസ്തകത്തിന്റെ ഇടത് പേജ് ജ്യേഷ്ഠ ഭഗവതിയും വലത് പേജ് ലക്ഷ്മി ദേവിയും ആണെന്നൊരു വിശ്വാസമുണ്ട്. ഓരോ ദിവസവും വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ യുദ്ധം, ദുഃഖം, കലഹം എന്നിവയിൽ നിർത്തരുത്. ശുഭകാര്യങ്ങളിൽ അവസാനിപ്പിക്കണം. അസ്വസ്ഥമാകുന്ന ഭാഗങ്ങളിൽ നിർത്തിയാൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും അസ്വസ്ഥമാവും. 7 കാണ്ഡങ്ങളാണ് രാമായണത്തിനുള്ളത്. അതിൽ ബാലകാണ്ഡത്തിൽ ശ്രീരാമദേവന്റെയൊക്കെ ജനനവും ചെറുപ്പകാലവും പറയുന്നു. അയോധ്യാകാണ്ഡത്തിൽ ദശരഥ രാജാവിന്റെ ശപഥത്തെ പറ്റിയും കൈകേയിയുടെ ദുഷ്ടതയെക്കുറിച്ചും പറയുന്നു. ആരണ്യകാണ്ഡത്തിലാവട്ടെ ശ്രീരാമദേവന്റെയും സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും വനവാസകാലമാണ് പറയുന്നത്. കിഷ്കിന്ധാകാണ്ഡത്തിൽ പറയുന്നത് വനത്തിൽ വെച്ച് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നതും വാനര രാജ്യത്തെ പറ്റിയുമാണ്. സുന്ദരകാണ്ഡത്തിൽ വർണ്ണിക്കുന്നത് സീതാദേവിയെ എല്ലാവരും ചേർന്ന് അന്വേഷിക്കുന്നതും ഹനുമാൻ സ്വാമിയെക്കുറിച്ച് കൂടുതലായും ആണ്. യുദ്ധകാണ്ഡത്തിലാവട്ടെ സീതാദേവിയെ വീണ്ടെടുക്കാൻ രാവണനോട് യുദ്ധം ചെയ്യുന്ന ഭാഗമാണ്. ഉത്തരകാണ്ഡത്തിൽ രാവണാദികളുടെ ഉദ്ഭവം, രാവണ കാർത്തവീര്യ യുദ്ധം, രാവണ ഇന്ദ്രയുദ്ധം, സീതാ പരിത്യാഗം, ലവകുശാഗമനം, ലക്ഷ്മണ പരിത്യാഗം ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് ബ്രഹ്മസ്തുതിയോടെ അവസാനിക്കുന്നു. രാമായണ കഥ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നതാണ് ബ്രഹ്മസ്തുതി. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ജയ് ശ്രീരാം.